IFFK സിനിമാ വിവാദത്തിൽ സംസ്ഥാനം നിലപാട് കടുപ്പിച്ചതോടെ കേന്ദ്രം വഴങ്ങുന്നു. പലസ്തീൻ 36 അടക്കം 12 സിനിമകൾ കൂടി പ്രദർശിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകി. അതേസമയം ചലച്ചിത്ര അക്കാദമിയെ വെട്ടിലാക്കി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം രംഗത്തെത്തി. അക്കാദമി അപേക്ഷ സമർപ്പിച്ചത് അവസാന നിമിഷമെന്നാണ് മന്ത്രാലയം പറയുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് 2022 IFFK ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ദീപിക സുശീലിനും കുറ്റപ്പെടുത്തി. ഇന്നെല്ലാ നടപടികളും ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി എന്നാണ് ചലച്ചിത്ര അക്കാദമിയുടെ നിലപാട്. സിനിമകൾ എന്നാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിലേക്ക് സമർപ്പിച്ചതെന്നതിന് ആധികാരിക രേഖകളുണ്ട് എന്നും അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കീഴാറ്റൂർ പറയുന്നു. 15 സിനിമയായല്ലോ, ഇനി 4 സിനിമ. ഇപ്പൊ നമ്മൾ അനുമതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 19 സിനിമകളും കാണിക്കുമെന്ന് CM തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ സുഗമമായ ഒരു നടത്തിപ്പാണ് അക്കാദമി ആഗ്രഹിക്കുന്നത്. ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനേ അല്ല. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുനിഷ അയ്യൂർ വിവരങ്ങളുമായ. സുനിഷ, എന്തുകൊണ്ട് ഇത്രയും സിനിമകൾക്ക് അനുമതി നിഷേധിച്ചു എന്നുള്ള വിഷയമായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായി വന്ന വെട്ട് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിലപ്പുറം വലിയ വീഴ്ചകൾ ഇവിടെയും പറ്റിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണോ പുറത്തുവരുന്നത്? ഇപ്പോൾ നിഷേധിക്കുകയാണ് ഇപ്പോൾ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം. സ്മൃതി, ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പറഞ്ഞിരുന്നത് അത്തരത്തിൽ തന്നെയാണ്. അതായത് ചലച്ചിത്ര അക്കാദമി ഈ അപേക്ഷ നൽകിയതിൽ കാലതാമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകാൻ വൈകിയത് എന്നുള്ള കാരണമാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പറയുന്നത്. അതേസമയം തന്നെ ചില ആളുകൾ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സംവിധായകൻ ബിജു ഇപ്പോൾ നേരത്തെ 2022 ഈ ചലച്ചിത്ര അക്കാദമിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ദീപിക സുശീൽ ഇവരാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ 12 നടക്കേണ്ട ഒരു IFFK ഈ നവംബറിലെങ്കിലും ഇത്തരത്തിൽ അപേക്ഷ നൽകേണ്ടിയിരുന്നു കേന്ദ്രത്തിന് എന്നുള്ളതാണ് ഇപ്പോൾ ദീപിക സുശീലൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 3-ാം തീയതിയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ സിനിമകൾക്ക് അനുമതി തേടിക്കൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ള മേളകൾക്ക് അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങി വലിയൊരു പോസ്റ്റ് തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഇവർ എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടും നമ്മളിപ്പോൾ ചലച്ചിത്ര അക്കാദമിയോട് സംസാരിച്ചിരുന്നു. പക്ഷേ അക്കാദമി മെമ്പേഴ്സ് പറയുന്നത് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. കൃത്യസമയത്ത് തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ 2-നായിരുന്നു നൽകിയത്. അതേ തരത്തിൽ തന്നെ ഇത്തവണയും നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ട് തന്നെ സിനോപ്സിസ് അടക്കം കൃത്യമായി ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പറഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെയാണോ ലഭിച്ചിരുന്നത് അതെല്ലാം അതിന്റെ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി ഇപ്പോഴും പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അനുമതി നൽകിയിട്ടില്ല എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ഒറ്റ വാക്കിൽ ഈ ചലച്ചിത്ര അക്കാദമിയിൽപ്പെട്ട ഈ അംഗങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് കൃത്യമായ ചില സിനിമകൾ 19 സിനിമകളുടെ സ്വഭാവം